ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇത് രാവിലെ നിന്നുള്ള റിവ്യൂ ആട്ടോ. ഞാൻ രാവിലെ കുറേ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എണീക്കാറ്. വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു പഴംപൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ഉണ്ടാക്കിയതായിരുന്നു. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിക്ക് സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് എഴുതാട്ടോ. ഇത് നോമ്പൊക്കെ ആയില്ല, അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും അയില മീൻ കറി മീൻ പൊരിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാധനം വാങ്ങിക്കാനുണ്ടെന്ന്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. ആദ്യം നമ്മൾ പോയത് അമ്മേൻ്റെ അടുത്ത് കേട്ടോ. ഉമ്മച്ചീൻ്റെ കാലൊന്ന് വെച്ച് കുത്തിയിട്ട് ഒരു വേദന വീക്കൊക്കെ ആയിട്ട് അത് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലിന് ചതവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോയത് എന്നമ്മക്ക് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരുന്നു. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നോമ്പിൻ്റെ വെച്ചിട്ട് പർച്ചേസ് ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ വാങ്ങിക്കാണ്ടിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു മാസ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. സാധാരണ ഞാൻ ഈ പെപ്സി അങ്ങനത്തെ ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഇതാണ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാരെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മറ്റടുത്ത് പിന്നെ ഇല്ലല്ലോ. അങ്ങനെ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലാക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നമ്മൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കൊക്കക്കോള കൊണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിക്ക് മുട്ട അങ്ങനത്തെ സാധനം വാങ്ങിക്കാണ്ടിരുന്നത്. അത് പിന്നെ പോകുന്ന വഴിക്ക് ഒരു കട ഉണ്ട്, ഈ ഒരു കട, അവിടുന്ന് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഫ്രിഡ്ജിൽ വത്തക്ക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വത്തക്ക വെള്ളം ആക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ അയൽവാസി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. നല്ല മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പം അതിൻ്റെ സീസൺ ആവുന്നുണ്ടെന്ന് തോന്നണം, അറിയില്ല. എന്തായാലും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിന് ഇൻസ്റ്റയ്ക്ക് എന്തോ പ്രശ്നമായിട്ട് അങ്ങനെ അതിൻ്റെ ടെൻഷനായിപ്പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ ആയിരുന്നു സ്പെഷ്യൽ. ഉമ്മ വന്നാക്കി തന്നിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൻ്റെ ഇതായപ്പോൾ ഞാൻ അതിൻ്റെ ടെൻഷനിലായിപ്പോയി. പിന്നെ ഞങ്ങളൊന്ന് ഒരുങ്ങിയിട്ട് ഞാനും ഉമ്മച്ചി അഫിയും കൂടെ ഒന്ന് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ അവിടെ അഡ്മിറ്റ് ആക്കിയ കാര്യം, എൻ്റെ മാമൻ്റെ കുട്ടീനെ അഡ്മിറ്റ് ആക്കിയ കാര്യം. അപ്പം MKGക്ക് പോവുകയാണ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഫുള്ളൊരു ഹോസ്പിറ്റൽ കേട്ടോ. ഫുള്ള് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് തന്നെയായിരുന്നു. നമുക്കല്ല, വേറെ ആർക്കാണെങ്കിലും ഫുള്ള് ഹോസ്പിറ്റലിൻ്റെ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഫുള്ള് തിരക്കും അതും ഇതൊക്കെ ആയിട്ട് ഇപ്രാവശ്യം മൊത്തം ഫുള്ള് ലീവ്, ഒരു തിരക്ക് പിടിച്ചൊരു സാധനമായിരുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, കുട്ടീനെയൊക്കെ കണ്ട്. ഓള് ഭയങ്കര ഇതായിരുന്നു. ആരെങ്കിലും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നോക്ക്. മീൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് പുറം ലോകം അറിയാഞ്ഞിട്ടുള്ളൊരു ഇത്. ഒരു ദിവസമായിട്ടുള്ളൂ പറയുമ്പോൾ എന്താ ചെയ്യുക, കുട്ടികളല്ലേ. അങ്ങനെ കയ്യിൽ മറ്റേ ഇതൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ടൈം കളിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പോവാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് കരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അധികം പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.